ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, അടുത്തതായി വായിച്ചു ധ്യാനിക്കേണ്ട ദൈവവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ദൈവവചന ഭാഗമാണ്. പക്ഷെ നമ്മളിപ്പോൾ വായിക്കുന്നത് ഇതാ വർഷങ്ങൾ പഴക്കമുള്ള മറ്റൊരു രോഗപീഠയെക്കുറിച്ചാണ്. ഇത് ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചുകൊള്ളണം. കാരണം ഇത് നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു സൗഖ്യ ശുശ്രൂഷയാണ്. ഇതാ വായിക്കാം. 5-ാം അധ്യായം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേർഡ്സ് 2 ഓൺവേർഡ്സ്, 2 മുതലുള്ള വചനം വായിക്കാം. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായി ഭാഷയിൽ ബെത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷം? 38 വർഷം. ശ്രദ്ധിച്ചോണേ, ആദ്യം കണ്ടത് എത്ര വർഷം? 12 വർഷം. ഇതാ വചനം പഠിപ്പിക്കുന്നു, 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വചനം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു. അതായത് അവൻ വളരെ നാളായി അവിടെ കിടപ്പിലാണെന്ന് ആരറിഞ്ഞു? പറയൂ. ഈശോ അറിഞ്ഞു. അപ്പൊ ഈശോ അറിയുന്നു എന്ത്? കിടപ്പിലുള്ള രോഗികളെയൊക്കെ ഈശോ അറിയുന്നു. അടുത്ത വചനങ്ങൾ വായിച്ചേ. യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. എത്ര വർഷം? ഉച്ചത്തിപ്പറ. 38. ഈശോയ്ക്ക് എത്ര വയസ്സുണ്ട്? 33. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയതാ. എത്ര വർഷം? 38 വർഷം. ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയത്. അവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചേ. 38 വർഷം അല്ലേ? 38 വർഷമായി അവൻ അവിടെ അങ്ങനെ കിടക്കുവാണ്. ഈശോ അവൻ കിടപ്പിലാണെന്നറിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? പറഞ്ഞേ, എന്നാ ചോദ്യം? എടാ, നീ സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇതാണ് ചോദ്യം. ഒന്ന് പറഞ്ഞേ, ആ ചോദ്യം പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ചോദിച്ചേ. ഓൺലൈനൊക്കെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ, സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ നമ്മൾ എന്തുത്തരം പറയും? ഇപ്പൊ ചോദിച്ചല്ലോ, അപ്പൊ എന്തുത്തരം പറയും? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. യെസ് ഓർ നോ, അതല്ലേ വേണ്ടത്. എന്നാൽ ഇവൻ എന്തുത്തരം പറഞ്ഞു? ഇവൻ പറഞ്ഞ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവൻ പറഞ്ഞ ഉത്തരം നമ്മുടെയൊക്കെ പലരുടെയും ഉള്ളിലുള്ള ഒരു ഉത്തരമാണ്. അവൻ പറഞ്ഞ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ പറഞ്ഞു, 7-ാം വചനം, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഇതാണ് ഇവന്റെ സങ്കടം. ഇവൻ പറയാണ്, കർത്താവേ, 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരും ഇല്ല. പറഞ്ഞേ, ആരും ഇല്ല. ആർക്ക്? പറയുന്ന ചേച്ചിക്ക് ആരും ഇല്ല. ചേച്ചി ആരാ ഉള്ളേ? ചേട്ടാ ആരാ ഉള്ളേ? എല്ലാവരും ഉണ്ടോ? പിന്നെ ഒത്തിരി പേരുണ്ട്. വെറുതെ ഒരാവശ്യത്തിന് ആരും ഉണ്ടായില്ല ചേട്ടാ. അല്ല, ചേട്ടൻ ചിന്തിച്ചു നോക്കി, വല്ലവരും ഉണ്ടായിട്ടുണ്ടോ? കാര്യം ശരിയാ, കൂട്ടത്തിലൊക്കെ കൂടാനും കയ്യടിക്കാനും പാട്ടുപാടാനൊക്കെ ആളൊക്കെ ഉണ്ട്. ഒരാവശ്യം വരുമ്പോൾ ആരാ കൂടെയുള്ളേ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആർക്കാ സഹോദരനെ മനസ്സിലായത്? ആർക്കും മനസ്സിലാകത്തില്ലെന്ന്. ഇതൊക്കെ നമ്മൾ പറയും. പിന്നെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ 9 പേരാ. 9 പേര് മക്കളായിട്ടല്ല, ഇവരുടെ ഒരു കൂട്ടുകുടുംബമാണ്. 9 പേരുണ്ട്. അച്ഛാ, എൻ്റെ പണി എന്നാന്നറിയോ? ആ വീട്ടിൽ വെച്ച് വിളമ്പുക.
ഒരു മനുഷ്യൻ എന്നെ സഹായിക്കണ്ടേ? ഞാനിങ്ങനെ വേലക്കാരിനെ പോലെ ആ വീട്ടിൽ ഇങ്ങനെ വെച്ച് വിളമ്പി ജീവിക്കുന്നു. എന്നെ ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ? ആർക്കെങ്കിലും എന്നെ മനസ്സിലാവണ്ടേ? വീട്ടിൽ ആളുകളില്ലേ? ഉണ്ടെന്ന്, 9 പേരുണ്ടെന്ന്, പക്ഷേ ഒരു മനുഷ്യനും കൂടെ ഇല്ല. ഇത് നമ്മുടെ എല്ലാവരുടെ സങ്കടമാണ്. ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗി പറയാണ്, ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്കാരുമില്ല എന്നുള്ള സങ്കടം ഇവന്റെ ഉള്ളിലല്ലേ? അല്ലേ? ഇവന്റെ രോഗം എന്തായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ശാരീരിക രോഗം, കിടപ്പിലാണ്. പക്ഷേ ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് ഇവന്റെ മാനസിക അവസ്ഥ. മനസ്സിലായോ? ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് അവന്റെ ഉള്ളിലുള്ള വിഷമം. പ്രൈസ് ദി ലോർഡ്. ശാരീരിക രോഗത്തെക്കാൾ വലുതാണെന്ന് മനസ്സിലെ അവസ്ഥ, മനസ്സിലെ ഭാരം. ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിനുണ്ടാവുന്ന രോഗമാണോ മനസ്സിനുണ്ടാവുന്ന രോഗമാണോ വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? കാരണം എന്താ? മനസ്സിനാണെന്ന് പറഞ്ഞ കാരണം എന്താ? പറ ചേട്ടാ, കാരണം എന്താ? ചേച്ചി, കാരണം എന്താ? ഒരു മനുഷ്യനും നിന്റെ മനസ്സിലെ അവസ്ഥ മനസ്സിലായില്ല. ഇപ്പൊ കൈ ഒടിഞ്ഞു, നാട്ടുകാർ നിന്നെ സഹതാപത്തോടെ നോക്കും, നിന്നെ ഒന്ന് ശുശ്രൂഷിക്കും. പാവം, കൈ ഒടിഞ്ഞിരിക്കുക. പനി പിടിച്ചു, എന്നാ പിന്നെ പാവം, അതിനെ ഒന്ന് ഇച്ചിരി കഞ്ഞി കൊടുക്കാം, ഒന്ന് ശുശ്രൂഷിക്കാം. നാട്ടുകാർ നിന്നെ സഹായിക്കും, വീട്ടുകാർ സഹായിക്കും. പക്ഷേ നിന്റെ ഉള്ളിലുണ്ടാവുന്ന ചില അനുഭവങ്ങൾ ഒരു മനുഷ്യനും മനസ്സിലാവത്തില്ല. 38 വർഷമായി ഒരുത്തം കിടക്കുന്നു. എത്ര വർഷം? 38 വർഷം. എന്താ അവന്റെ സങ്കടം? എനിക്കാരുമില്ല. രണ്ടാമത്തെ സങ്കടം എന്നാന്നറിയോ? ഞാൻ എത്തുമ്പോഴേക്കും വേറെ പലരും എത്തിക്കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ മിടുക്കന്മാര് വേറെ പലരും ഉണ്ടെന്ന്, എനിക്ക് മാത്രം മിടുക്കില്ല. കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട്, പിടിപാടുള്ളവർ ഒത്തിരി പേരുണ്ട്, സമൂഹത്തിൽ അധികാരമുള്ളവർ ഒത്തിരി പേരുണ്ട്, കുടുംബ പാരമ്പര്യമുള്ളവർ ഒത്തിരി പേരുണ്ട്. ഞാനോ? എനിക്കൊരു പേരുമില്ല, പ്രശസ്തിയുമില്ല, ഒരു പിടിപാടുമില്ല, എനിക്കാരുമില്ല. ഇതിവന്റെ ഉള്ളിലെ ദുഃഖമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിലെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ചില ദുഃഖങ്ങൾ നീ കൊണ്ടു നടക്കുന്നു. എന്നാൽ ആ ദുഃഖം ഈ ഭൂമിയിൽ ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയുന്നു? ഒച്ചത്തി പറയൂ, ഈശോ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ദുഃഖം ഈശോ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടാ, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് സങ്കടം ഉണ്ടല്ലോ, വിഷമിക്കേണ്ടെന്ന്. ആരറിയുന്നു ഈ വിഷമം? ഈശോ അറിയുന്നു. നിന്റെ വിഷമം, നിന്റെ ഉള്ളിലുള്ള വിഷമം, സങ്കടം ഈശോ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷമം ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമെന്നറിഞ്ഞോ? ഇതിങ്ങനെ കൊണ്ടു നടക്കും തോറും നിന്റെ ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗപീഠകൾ കടന്നു വരും. അതാ കുഴപ്പം. അതിനെയാണ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. മനസ്സിലുണ്ടാവുന്ന രോഗപീഠ എങ്ങോട്ട് പടരും? ശരീരത്തിലേക്ക് പടരും. നമ്മളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ശാരീരിക രോഗപീഠകൾക്ക് കാരണം മനസ്സിലുള്ള പല രോഗങ്ങളാണ്, മനസ്സിന്റെ ഭാരമാണ്. മനസ്സിൽ കിടക്കുന്ന ഈ രോഗങ്ങൾ നിന്റെ ശരീരത്തിലോട്ട് കടന്നു വരും, നിന്നെ പീഡിപ്പിക്കും. ശ്രദ്ധിച്ചേ, 38 വർഷമായി. എത്ര വർഷം? 38 വർഷമായി രോഗിയായി കിടന്നിരുന്നവന്റെ പക്കലേക്ക് കടന്നു വന്ന ഈശോ നിന്റെ പക്കലേക്ക് ഈ ശുശ്രൂഷ സമയത്ത് കടന്നു വരുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ. ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഇപ്പോൾ ഇതാ ഈശോ നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതം മനസ്സിലാക്കണം. പലതരത്തിലുള്ള ഭാരങ്ങളിലുള്ളവരുണ്ട്. പലതരത്തിലുള്ള ഭാരങ്ങൾ. എന്ത് വലിയ ഭാരമാണെങ്കിലും, നിന്റെ ഉള്ളിലുള്ള സങ്കടം എത്ര വലുതാണെങ്കിലും നീ വിഷമിക്കേണ്ടെന്ന് അല്ലേ?
അമ്മയുടെയൊക്കെ കണ്ണുനീരെന്ത് വലുതാ. ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുണ്ടെന്ന്, മകളുടെ കല്യാണം നടക്കുന്നില്ലെന്ന്. എത്ര വർഷമായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ മകളുടെ കല്യാണം. വർഷങ്ങളായി ഈ കണ്ണുനീരിനൊരു അറുതി വേണ്ടേ? ഈ കണ്ണുനീരിനൊരു ഉത്തരം വേണ്ടേ? നിന്റെ കുടുംബത്തിലെ ഓരോ അവസ്ഥയും, മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും കുടുംബത്തിന്റെ അവസ്ഥയുടെ മുമ്പിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. വർഷം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കകത്തോട്ട് നിരാശ കയറി വരും, ഈ ഭാരം ഉള്ളിലോട്ട് കയറി വരും, നിന്നെ പുറകോട്ട് വലിക്കും. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള മാനസിക ദുഃഖങ്ങളെ ഈശോ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്, കുടുംബത്തിലെ സ്വത്ത് വിഭജനം നടന്നപ്പോ വിചാരിച്ചതുപോലെ കിട്ടിയില്ല. വർഷങ്ങളായ ആ ഭാരം ഉള്ളിലുള്ളവരുണ്ടെന്ന്, ഇരിപ്പുണ്ട്, ഉള്ളിലിരിക്കുക ആ വിഷമം. വർഷങ്ങളായിട്ടുള്ളൊരു വിഷമം ഉള്ളിൽ കിടക്കുക. ചിലരോട് വർഷങ്ങളായിട്ടുള്ള ദേഷ്യമുള്ളവരുണ്ടല്ലോ, വർഷങ്ങളായിട്ട് വെറുപ്പ് കൊണ്ട് നടക്കുന്നവർ, വർഷങ്ങളായിട്ട് ഭയത്തിന് അടിമകൾ, വർഷങ്ങളായിട്ട് അപകർഷതാബോധത്തിന്റെ അടിമകൾ. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. ചാടി എഴുന്നേറ്റ് നിന്നെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന രോഗിയുടെ മുമ്പിൽ യേശു കടന്നു വന്നതുപോലെ നിന്റെ മുമ്പിലും യേശു കടന്നു വന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. മറ്റുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നവർ മിടുക്കരാണ്, അവർ കഴിവുള്ളവരാണ്, ആയിക്കോട്ടെ. എന്നാൽ നിന്റെ മുമ്പിലേക്ക് ഈശോ കടന്നു വന്നിട്ട് പറയുന്നു, മകനെ, മകളെ, നീ അനുഭവിക്കുന്ന വിഷമം, നിന്റെ മാനസിക ദുഃഖം എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ആ പഴക്കമുള്ള ജീവിതത്തിന്റെ ദുഃഖത്തിലേക്ക് ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേലുള്ള മാനസിക ദുഃഖങ്ങളെ, മാനസിക ഭാരങ്ങളെ ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള മാനസിക രോഗപീഠകളെ, മനസ്സിന്റെ ദുഃഖഭാരങ്ങളെ, ഭയചിന്തകളെ യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വലിയ വിടുതൽ പ്രാപിക്കപ്പെടട്ടെ. സൗഖ്യത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ചൊല്ലി പറഞ്ഞേ ആമേൻ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, പാപിയാമെന്നെയും നിൻ പൈതലായി മാറ്റിയല്ലോ. പാപിയാമെന്നെയും നിൻ പൈതലായി മാറ്റിയല്ലോ. നീ നല്ലവൻ,
സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. ചേർന്ന് പാടാം. നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി പാടിയേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ പഴക്കങ്ങളുള്ള ചില തടസ്സങ്ങൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടല്ലോ. ആ തടസ്സങ്ങളെ ഈശോ ഈ സമയം സൗഖ്യപ്പെടുത്താൻ, വിടുതൽ നൽകാൻ ഇതാ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ആ മേഖല എന്താണോ അത് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ഈശോ നിന്നിൽ ഇടപെടുന്ന സമയമാണ്. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ ഉള്ളിൽ വിശ്വസിച്ചു, ഞാൻ ഈശോയെ കണ്ടാൽ, ഈശോയെ തൊട്ടാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ സമയത്ത് നമ്മളും വിശ്വസിക്കുന്നു, യേശുവിലാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. നാളുകളായി ഞാൻ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകൾക്കുമുള്ള ഉത്തരം യേശുവിലാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് നമ്മൾ പറയണം. യേശുവിലാണ് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. എൻ്റെ രോഗപീഠകൾക്ക് ഉത്തരം യേശുവിലാണ്. യേശു എന്നെ സൗഖ്യപ്പെടുത്തുന്നു. യേശു എന്നെ സൗഖ്യപ്പെടുത്തുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആ വലിയ ബോധ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യേശു എന്നെ സൗഖ്യപ്പെടുത്തുന്നു. യേശു എൻ്റെ ശരീരത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വിശ്വസിച്ച് ഓരോ വ്യക്തിയും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു എൻ്റെ ശരീരത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. യേശു എൻ്റെ ശരീരത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഉള്ളുരുകി ആ മേഖല വിശ്വസിച്ച് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള ചില മേഖലകൾ, ഒരുപക്ഷെ ഓരോ വർഷവും മുന്നോട്ട് നീങ്ങുമ്പോൾ നിരാശയും ദുഃഖവുമായിരിക്കും. എന്നാൽ ഈശോ ആ നിരാശയും ദുഃഖത്തെയും മാറ്റി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി നിന്റെ മേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. 38 വർഷം പഴക്കമുള്ള രോഗപീഠയുമായി കിടന്നിരുന്ന രോഗിയുടെ മുമ്പിൽ
ഈശോ കടന്നു ചെന്നെങ്കിൽ ഇതാ എൻ്റെ കുടുംബത്തിലും നാളുകളായി കുടുംബത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. പാരമ്പര്യമായി ചില തഴക്കദോഷങ്ങൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. പാരമ്പര്യമായി ചില കടബാധ്യതയും ചില ഭാരവും ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ദൈവവിശ്വാസം നിഷേധിക്കപ്പെട്ട അവസ്ഥ ചില കുടുംബങ്ങൾ തലമുറകളായിട്ട് കടന്നു വരാം. അപ്പന് പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, അതുപോലെ തന്നെ മകനും അങ്ങനെയായി തീരുക. പിന്നീട് വരുന്ന തലമുറ മുഴുവൻ അതുപോലെ പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ആ മേഖല പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ തടസ്സങ്ങളുള്ളവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അത്ഭുതകരമായ ഒരു വിടുതൽ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണമേ. 18 വർഷമായി കൂനിയായി പോയ സ്ത്രീയെ വചനം പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ചിലരുണ്ടാവും. ചില പാപവഴികൾ മൂലം, ചില ദുശീലങ്ങൾ മൂലം, ചില ചീത്ത കൂട്ടുകെട്ടുകൾ മൂലം വർഷങ്ങളായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മദ്യപാനത്തിൻ്റെ ആവാം, മയക്കുമരുന്നിൻ്റെ ആവാം, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമാവാം, തെറ്റായ സ്നേഹബന്ധങ്ങളാവാം. ചില മേഖലകളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന അപ്രകാരമുള്ള വർഷങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന സകല തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷ സമയത്ത്, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, അത്ഭുതകരമായ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. കാലങ്ങളായിട്ടുള്ള സകല തടസ്സങ്ങളും കർത്താവെ എടുത്തു മാറ്റണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിരാശ, ദുഃഖം അനേകരുടെ തലയ്ക്കകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ചില തടസ്സങ്ങൾ മൂലം ചിലരുടെ ഉള്ളിൽ നിരാശ, ഇനി ഞാൻ രക്ഷപ്പെടിയാല, ഇനി ഞാൻ നന്നാവുകയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചുപോയി, എൻ്റെ ജീവിതം എന്തിനു കൊള്ളാം എന്നിങ്ങനെ ചിന്തിക്കുന്ന നിരാശയുടെ മേഖലകളെ, ദുഃഖത്തിൻ്റെ മേഖലകളെ, ഭയത്തിൻ്റെ മേഖലകളെ യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ സമയം ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, കുരിശിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, യേശുവേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേലുള്ള സകല തടസ്സങ്ങളും എടുത്തു മാറ്റി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് ചൊരിയപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് ദൈവജനം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ഈശോയേ എന്ന് വിളിക്കട്ടെ. ആരാധന. എല്ലാ തിന്മയുടെ കെട്ടുകൾ കർത്താവ് അടിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ആരാധന. കൈയടിച്ച് പാടിക്കേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. സകല തടസ്സങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ എടുത്തു മാറ്റപ്പെടട്ടെ. നിന്റെ വീട് മനസ്സിൽ കണ്ട് കൈയടിച്ച വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നീ കൈയടിച്ച് പാടട്ടെ. നിന്റെ കുടുംബത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളെ മനസ്സിൽ കണ്ട് കൈയടിച്ച് പാടട്ടെ. നിന്റെ കുടുംബത്തിലുള്ള പൈശാചിക പീഡകളെ ബന്ധിച്ച് നീ കൈയടിച്ച് പാടട്ടെ. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ വലിയ സംരക്ഷണ വലയം വിശ്വസിച്ച് ഏറ്റെടുത്ത് കൈയടിക്കട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ആമേൻ, ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കരങ്ങൾ ഉയർത്തി, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ.
യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. ഈശോയേ മരണത്തെ ജയിച്ചവനെ, ഈശോയേ മരണത്തെ ജയിച്ചവനെ, ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ. കുടുംബങ്ങളെ ഭരിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, സകല തിന്മയുടെ കെട്ടുകൾ കർത്താവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും കർത്താവിൽ നിന്ന് മാറ്റട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, വർഷങ്ങൾ പഴക്കമുള്ള തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ച് ഒന്നാട് കൈയടിച്ചേ പോരാ, ശക്തിയോടെ. ആമേൻ. ഇവിടെ നിന്ന് നീ കൈയടിക്കുമ്പോൾ നിന്റെ വീട്ടിൽ കർത്താവ് ഇടപെടുന്നു. അനേകർക്ക് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വസിച്ച് കൈയടിച്ചുകൊള്ളും. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന അനേകരിലെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിന്റെ സകല തകർച്ചകളുടെ നടുവിലും കർത്താവ് ഒരു പ്രകാശമായിട്ട് ഉദയം ചെയ്യുന്നു. പുതിയ അഭിഷേകം, പുതിയ ശക്തി കർത്താവ് അനേക കുടുംബങ്ങൾ നൽകുന്നു. സ്മിത എന്ന പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക ദുരിതം മൂലം കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന് കർത്താവ് ഒരു വരുമാന മാർഗം തുറന്നു കൊടുക്കുന്നു. കർത്താവ് നിന്നെ തൊട്ടനുഗ്രഹിക്കുന്നു. ഉപ്പൂറ്റ് വേദന മൂലം നിൽക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള ആ സഹോദരനെ ഈശോ തൊടുന്നു. ഈശോ തൊടുന്നു. കൈയടിച്ചേ. പവർ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും ഒരിക്കൽ കൂടെ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ ഈശോയേ മരണത്തെ ജയിച്ചവനേ, ഈശോവാകും അധിപതിയായി എന്നും ഞങ്ങളിൽ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നും ഞങ്ങളിൽ വാഴ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ദൈവത്തിന്റെ അത്ഭുതകരമായി ഇടപെടട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 യേശുവേ 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 യേശുവേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന